തിരുവചനം തിരുവചനം. പ്രിയപ്പെട്ട ശാലോം ടെലിവിഷൻ പ്രേക്ഷകരെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന ഒരു സന്ദേശ പരമ്പരയിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും മരണമുണ്ടെന്നും മരണത്തിന് ശേഷം ഒരു വിധിയുണ്ടെന്നും മരിച്ച ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ചെയ്ത എല്ലാ നന്മപ്രവൃത്തികളും സുഹൃതങ്ങളും പരോപകാരങ്ങളും ഒരു വശത്തും ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ മറുവശത്തുമായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് നമ്മൾ പോകുന്നതെന്നും കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഈ പ്രവൃത്തികൾ അനുസരിച്ചാണ് ദൈവം നമ്മളെ വിധിക്കുന്നത് എന്നും സൂചിപ്പിച്ചു. അതുകൊണ്ട് നമ്മൾ മരിച്ച ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ പരമാവധി നന്മകളുടെ സുഹൃതങ്ങളുടെ പുണ്യങ്ങളുടെ ഭാണ്ഡക്കെട്ട് വലുതാകാൻ, പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ട് പരമാവധി ചെറുതാവുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ മരണ കഴിഞ്ഞുള്ള വിധി സമയത്ത് ദൈവം നമ്മളെ അമ്പരപ്പിക്കുമെന്നും അത്ഭുതപ്പെടുത്തുമെന്നും നമ്മൾ മനസ്സിലാക്കി. ദൈവമില്ല എന്ന് പറയുന്നവർ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുന്നു, അവരമ്പരക്കും. മരണശേഷം വിധിയില്ല, സ്വർഗമില്ല, നരകമില്ല എന്ന് ചിന്തിക്കുന്നവർ ഇതെല്ലാം ഉണ്ട് എന്നറിയുമ്പോൾ അമ്പരക്കും. നമ്മൾ ചെയ്ത ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളുണ്ടെന്ന് ദൈവം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുമ്പോൾ നമ്മൾ അമ്പരക്കും. അതേസമയം നമ്മൾ ചെയ്ത നന്മകളും സുഹൃതങ്ങളും പുണ്യപ്രവൃത്തികളും ദൈവം നമ്മളെ കാണിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. നമ്മൾ ചെയ്തതാണ്, നമ്മൾ മറന്നുപോയതാണ്, പക്ഷെ ദൈവം അതെല്ലാം ഓർത്തിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. വിധിയെ തുടർന്ന് സംഭവിക്കുന്നതാണ് വിധി അനുസരിച്ചുള്ള ജീവിതം. അപ്പം നമ്മൾ മരിക്കുന്നത് ഗൗരവമായ പാപാവസ്ഥയിലാണെങ്കിൽ നമുക്ക് സംഭവിക്കുക ആത്മനാശമാണ്. ഇതാണ് പാപത്തിൻ്റെ ഒന്നാമത്തതും ഏറ്റവും വലുതുമായ പ്രത്യാഘാതം. ഗൗരവമായ പാപത്തോടുകൂടി മരിച്ചാൽ ആത്മാവ് നശിച്ച് നരകത്തിൽ പോകും. റോമാക്കാർക്കുള്ള ലേഖനം 6:29 പൗലോസ് പറയുന്നതാണ്, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അപ്പം നമ്മൾ ഗൗരവമായ പാപത്തോടുകൂടി മരിച്ചാൽ ആത്മാവ് നശിച്ച് നരകത്തിൽ പോകും. മത്തായി 7:21 മുതൽ 23 വരെ വചനങ്ങൾ ഇപ്രകാരം പറയുന്നു: കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ചിന്തിക്കാനുള്ള 1-2 ദൈവവചനങ്ങളാണിത്. ഒരുപക്ഷേ നമ്മളിലൂടെ അനേക ആത്മീയ ശുശ്രൂഷകരിലൂടെയൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നുണ്ട്, പിശാചുകളെ ബന്ധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചിലർ പോലും ഒരുപക്ഷെ മരിച്ച ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. അവരമ്പരക്കും. അവർ ചോദിക്കുകയാണ്, നിൻ്റെ നാമത്തിലല്ലേ ഞങ്ങൾ അത്ഭുതം ചെയ്തത്? നിൻ്റെ നാമത്തിലല്ലേ രോഗികളെ സുഖപ്പെടുത്തത്? നിൻ്റെ നാമത്തിലല്ലേ പിശാചിനെ പുറത്താക്കിയത്? എന്നിട്ട് നീ ഞങ്ങളെ അറിയുകയില്ല എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ന്യായം എന്താണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അത്ഭുതം ചെയ്തു, നിങ്ങൾ രോഗശാന്തി നൽകി, നിങ്ങൾ പിശാചിനെ പുറത്താക്കി, എല്ലാം ശരിയാണ്. പക്ഷേ ഇതൊക്കെ പ്രവർത്തിക്കുമ്പോഴും നിങ്ങളിൽ അനീതി ഉണ്ടായിരുന്നു, നീതികേടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശനമില്ല. കാരണം ആ അനീതി നിങ്ങളെ തിരുത്തിയിട്ടില്ല, അതോർത്ത് നിങ്ങൾ അനുദപിച്ചിട്ടില്ല, അതിന് നിങ്ങൾ പാപമോചനം നേടിയിട്ടില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഒരുപക്ഷെ
നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാതെ നമുക്കൊരു കൺഫ്യൂഷൻ, ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഈ പാപികളായ മനുഷ്യരോടുകൂടി, പാപാവസ്ഥയിലുള്ള മനുഷ്യരോടുകൂടി ദൈവം പ്രവർത്തിക്കുമോ? അവരിലൂടെ അത്ഭുതങ്ങൾ നടക്കുമോ? അവരിലൂടെ അടയാളങ്ങൾ നടക്കുമോ? അവരുടെ രോഗശാന്തികൾ നടക്കുമോ എന്നൊക്കെ ചോദിക്കാം. പൊതുവെ പറഞ്ഞാൽ ആളുകളുടെ വിശുദ്ധിയും വിശ്വാസവും പുണ്യ യോഗ്യതയൊക്കെ അനുസരിച്ചാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത്. എന്ന് വെച്ചാൽ ആർക്ക് കൂടുതൽ വിശുദ്ധിയുണ്ടോ, ആർക്ക് കൂടുതൽ വിശ്വാസമുണ്ടോ, അവർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഫലസിദ്ധിയുണ്ട്. ഇത് സത്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ കാതുകൂർപ്പിച്ചിരിക്കുന്നു. നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ കാതുകൂർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പാപമില്ലാത്ത അവസ്ഥയിൽ ആഴമുള്ള വിശ്വാസത്തോടുകൂടി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കൂടുതൽ കിട്ടും. എന്നാൽ ചിലപ്പോൾ ഈ പാപികളിലൂടെയും ദൈവം മറ്റുള്ളവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പുണ്യം കൊണ്ടല്ല, പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിശുദ്ധി കൊണ്ടല്ല. പ്രത്യുത ആർക്ക് അനുഗ്രഹം കിട്ടുന്നവോ അവരോടുള്ള ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ്. അവരോട് കാരുണ്യം കാണിക്കുവാൻ വേണ്ടി ദൈവം ഈ പാപാവസ്ഥയിലുള്ള മനുഷ്യരെ പോലെ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് നമ്മളൊരാൾ പ്രാർത്ഥിച്ചു, ഒരു രോഗം മാറി, ഒരു അത്ഭുതം നടന്നു, പൈശാചിക പീഡകൾ വിട്ടുപോയി എന്നതുകൊണ്ട് മാത്രം നമ്മൾ വിശുദ്ധിയിലാണ്, പാപമില്ലാത്ത അവസ്ഥയിലാണ്, സ്വർഗരാജ്യത്തിൽ പോകുന്ന ഉറപ്പാണ് എന്ന് പോലും കരുതാൻ പറ്റുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനം നമ്മളിൽ വിശുദ്ധി ഉണ്ടാവുക, പാപമില്ലാതിരിക്കുക, അനീതി ഇല്ലാതിരിക്കുക എന്നതാണ്. മത്തായി 25:41 കർത്താവ് പറയുന്നു, അനന്തരം അവൻ തൻ്റെ ഇടതുവശത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിന് അവൻ്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോവുകയും. അപ്പം ശപിക്കപ്പെട്ട ഒരു വിഭാഗം വിധിയുടെ സമയത്തുണ്ടാകും. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ യോഗ്യതയില്ലാത്തൊരു വിഭാഗം ഉണ്ടാകും. അവരെ നരകത്തിലേക്ക് അയക്കുമെന്ന് ദൈവം പറയുകയാണ്. മത്തായി 13:42 നമ്മൾ വായിക്കുന്നു, മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവൻ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. വളരെ വ്യക്തമായ മുന്നറിയിപ്പാണ് ഇവിടെ കർത്താവ് നമുക്ക് തരുന്നത്. തെസ്സലോനിക്കർക്കുള്ള 2-ാം ലേഖനം 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടി അഗ്നിജാലുകളുടെ മധ്യത്തെ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്ക് ഇരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 12-ാമത്തെ വചനത്തിലെ പ്രകാരം നമ്മൾ വായിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ എല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് മരണശേഷം വിധിയും വിധി അനുസരിച്ച് ഉള്ള ജീവിതവുമുണ്ട്. സ്വർഗം അല്ലെങ്കിൽ നരകം, ഇതാണ് നമ്മുടെ അന്ത്യം എന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഗൗരവമായ പാപത്തോടുകൂടി മരിച്ചാൽ നരകത്തിൽ പോകുന്നു. ഗൗരവമല്ലാത്ത പാപാവസ്ഥയിലാണ് മരിക്കുന്നതെങ്കിൽ അതിനും ശിക്ഷയുണ്ട്. അതാണ് നമ്മൾ പറയുന്ന ശുദ്ധീകരണ സ്ഥലം. ഈ ലോകത്തിൽ ഒരു ദിവസം ഏകദേശം ഇന്നത്തെ ജനസംഖ്യയുടെ കണക്കനുസരിച്ച് 1,52,000 പേര് മരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഓരോ ദിവസവും മരിക്കുന്നവരുടെ ഏകദേശം ഒരു നമ്പറാണ് 1,52,000 പേര്.
ഇപ്പം ദൈവം 1,52,000 പേരെ ഓരോ ദിവസവും തനത് വിധിക്ക് വിധേയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആലോചിച്ച് നോക്കാം, ഈ 1,52,000 വരെ ജനസംഖ്യയിൽ എത്ര പേര് തനത് കഴിയുമ്പോൾ നേരെ സ്വർഗത്തിൽ പോകാൻ സാധ്യതയുണ്ട്? ഒരു പാപവും ഇല്ലാത്ത അവസ്ഥയിൽ സ്വർഗത്തിൽ കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എത്ര പേര് കാണും? എത്ര ശതമാനം പേര് നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്? എത്ര ശതമാനം പേര് ശുദ്ധീകരണ സ്ഥലത്ത് പോകാൻ സാധ്യതയുണ്ട്? ഞാൻ ഈ ചോദ്യം പല ധ്യാനത്തിൻ്റെ ഇടയ്ക്കും കൺവെൻഷൻ്റെ ഇടയ്ക്കുമൊക്കെ ആളുകളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് നേരിട്ട് സ്വർഗത്തിൽ പോകാൻ സാധ്യതയുള്ളവർ വളരെ വളരെ കുറവെന്നാണ്. അതാണ് സത്യം. അവർ പറയുന്നത് മഹാഭൂരിപക്ഷം പേരും പോകാൻ പോകുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലാണ്. കാരണം നരകത്തിൽ പോകാൻ മാത്രം ഗൗരവമുള്ള പാപമില്ല, സ്വർഗത്തിൽ പോകാൻ മാത്രമുള്ള വിശുദ്ധിയുമില്ല. മഹാഭൂരിപക്ഷം പേരുടെയും ജീവിതത്തിൻ്റെ ഇടയ്ക്കാണ്. എന്ന് വെച്ചാൽ കുറേ പാപത്തിൻ്റെ അശുദ്ധിയുണ്ട്. ആ അശുദ്ധിയോടാണ് മരിക്കുന്നത്. അതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലേക്കാരും ഭൂരിപക്ഷം പേരും പോകുന്നത്. ഇതാണ് സത്യമാകാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ ഒരു പ്രത്യാഘാതം നരകത്തിൽ പോയില്ലെങ്കിൽ കൂടി ശുദ്ധീകരണ സ്ഥലത്ത് നമ്മൾ കിടക്കേണ്ടി വരാം. ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ കിടപ്പെന്ന് പറയുന്നത് ഒരുപക്ഷെ 2 ദിവസമോ 4 ദിവസമോ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒന്നും അല്ല എന്നതാണ് സത്യം. അതൊരു പക്ഷേ അനേക വർഷങ്ങൾ നീണ്ടു നിൽക്കാം. പാദ്രബിയോ എന്ന വിശുദ്ധനോട് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ആളുകൾ ചോദിച്ചു, പിതാവേ, ഒരാത്മാവ് ശരാശരി എത്ര കാലം ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാൻ സാധ്യതയുണ്ട്? പാദ്രബിയ പറഞ്ഞത് ശരാശരി ഒരു 100 കൊല്ലമെങ്കിലും എന്നാണ്. ശുദ്ധീകരണ സ്ഥലത്ത് കടന്ന ശേഷം സ്വർഗത്തിലെത്തിയ ഒരു വിശുദ്ധൻ ഒരു സന്ദേശത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ഒരു കാര്യം വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ 78 കൊല്ലം ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നിട്ടാണ് സ്വർഗത്തിലെത്തിയത്. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ മൊത്തം ദൈർഘ്യത്തേക്കാൾ കൂടുതൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട സാഹചര്യം അങ്ങനെയുള്ളവരും ഉണ്ട്. ഈ ശുദ്ധീകരണ സ്ഥല സഹനവും നിസ്സാരമായ സഹനമല്ല. നരകപീഠയും ശുദ്ധീകരണ സ്ഥല പീഠയും തമ്മിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉള്ളൂ. നരകത്തിൽ പിശാചിൻ്റെ പീഡനമുണ്ട്, ശുദ്ധീകരണ സ്ഥലത്തിൽ പിശാചിൻ്റെ പീഡനമില്ല. നരകത്തിൽ കിടക്കുന്നവർക്ക് പ്രത്യാശയില്ല, ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുമ്പോൾ പ്രത്യാശയുണ്ട്. നരകത്തിൽ കിടക്കുന്നവർക്ക് ഒരിക്കലും മോചനമില്ല, ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നവർക്ക് എന്തെങ്കിലും മോചനമുണ്ട്. ഈ ഒരു പ്രത്യാശ അവർക്കുണ്ട്. അത് നരകത്തെ അപേക്ഷിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ചില സഹനങ്ങൾ കുറവാണെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനത്തിൻ്റെ കാഠിന്യത്തിന് ഒട്ടും കുറവല്ല. അപ്പം അനേക വർഷങ്ങൾ അവിടെ കിടക്കേണ്ടി വരിക എന്ന് വെച്ചാൽ അത് കഠിനമായ ഒരു പീഡനമാണ് എന്ന് നമുക്ക് ഓർക്കാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മൾ മരിച്ചു കഴിഞ്ഞ് മറ്റുള്ളവർ കുടുംബാംഗങ്ങളൊക്കെ പ്രാർത്ഥിച്ച് വേഗം സ്വർഗത്തിലെത്താമെന്ന്. പ്രിയപ്പെട്ടവരെ, അത് ഭയങ്കര അബദ്ധം നിറഞ്ഞൊരു ചിന്താഗതിയാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ടെന്നുണ്ട്? എത്ര കാലം അവർ പ്രാർത്ഥിക്കും? നമ്മൾ നോക്കിക്കോ, മരിച്ചടക്കം കഴിഞ്ഞാൽ അടുത്ത 1, 2, 3 ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ 7 ദിവസം അടുത്ത ബന്ധുക്കൾ പള്ളിയിൽ പോയി ഒരു കുർബാന ചൊല്ലി സെമിത്തേരിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചു. ഒന്നെങ്കിൽ 5 അല്ലെ 7 അല്ലെ ഒരു 41 വെച്ചു. അതോടുകൂടി പ്രാർത്ഥന നിർത്തി. പിന്നെ ഓർക്കുന്ന 1-ാം ചരമവാർഷികത്തിൽ, പിന്നെ പ്രാർത്ഥിക്കുന്ന 2-ാം ചരമവാർഷികത്തിൽ, അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഓർത്താലായി. അപ്പം നമുക്ക് 1-ാം ചരമവാർഷികത്തിൽ, 2-ാം വാർഷികത്തിൽ, 3-ാം വാർഷികത്തിൽ മാത്രം പ്രാർത്ഥന കിട്ടിയാൽ പോരാ. ഇതിൻ്റെ ഇടയ്ക്കും ഈ ആത്മാവ് ശുദ്ധീകരണത്തിൽ സഹിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥന വേണം നമുക്ക്. പക്ഷെ അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന ഒരു ആത്മാവിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ എത്ര പേരൊന്നുണ്ട്? സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ പോലും അങ്ങനെ തുടർച്ചയായി പ്രാർത്ഥിക്കാത്ത ഒരു സാഹചര്യം എന്നുള്ളത്. അതുകൊണ്ട് മറ്റുള്ളവർ പ്രാർത്ഥിച്ച് ശുദ്ധീകരണത്തിൽ നിന്ന് വേഗം സ്വർഗത്തിലെത്താമെന്ന് കരുതിയാൽ നമുക്ക് അബദ്ധം പറ്റും. നമ്മൾ കൂടുതൽ കാലം അവിടെ കിടക്കേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ടത് പരമാവധി ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാൻ തക്ക വിധത്തിൽ ഉള്ള ഒരു മരണം നമ്മൾ ഭരിക്കുക. അതിന് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, കഴിയുന്നതും പാപം ചെയ്യാതിരിക്കുക. 2, ചെയ്തു പോയ തെറ്റുകളെ പരമാവധി കണ്ടെത്തി അനുദപിച്ച് പാപമോചനം നേടുക. മരണം വഴി ലോകം വിട്ടു പോകുമ്പോൾ
നമ്മുടെ പാപത്തിൻ്റെ ഭാണ്ഡക്കെട്ട് പരമാവധി ചെറുതാകാം. ഇതാണ് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം. പാപത്തിൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യാഘാതമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പാപത്തിലൂടെ മോശമാവുക എന്നുള്ളത്. ഐശ്യാസിൻ്റെ പുസ്തകം 59:2 പറയുന്നു, നിന്റെ പാപങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, അവിടുന്ന് നിന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവവും മനുഷ്യരും തമ്മിൽ അകലം കൂടുകയാണ് നമ്മൾ പാപം ചെയ്യുമ്പോൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ നമ്മൾ സാംസനെ പറ്റി ഒരു വചനം വായിക്കുന്നുണ്ട്. സാംസൺ ദൈവത്തിൻ്റെ പ്രത്യേക ശക്തി നിറഞ്ഞ മനുഷ്യനായിരുന്നു. കഴുതയുടെ താടിയെല്ല് കൊണ്ട് 1000 ഫിലിസ്ത്യരെ കൊന്നവനാണ്. തന്നെ ആക്രമിക്കാൻ വന്ന സിംഹത്തെ വെറും കൈയോടെ പിടിച്ച് കയ്യും കാലും വലിച്ചു കയറി എറിഞ്ഞവനാണ്. ആ സാംസന്റെ ശക്തി അദ്ദേഹത്തിൻ്റെ മുറിക്കാത്ത തലമുടിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൈക്കൂലി കൊടുത്ത് ശത്രുക്കളായ ഫിലിസ്ത്യർ ഈ ശക്തിയുടെ രഹസ്യം ചോർത്തിയെടുത്ത് ഭാര്യയെ കൊണ്ട് തന്നെ തലമുടി മുറിപ്പിച്ച് ഭാര്യ തന്നെ പുറത്ത് കാത്തു നിന്ന ശത്രുക്കളെ വിളിച്ച് സാംസനെ ഒറ്റിക്കൊടുത്തു. ഫിലിസ്ത്യർ ആക്രമിക്കാൻ വന്നപ്പോൾ പിടിക്കാൻ വന്നപ്പോൾ ഏതാനും പേരെ കാണത്തുള്ളൂ. 1000 ഫിലിസ്ത്യരെ കൊന്ന സാംസന് ഈ 5-10 ഫിലിസ്ത്യരെ പേടിയൊന്നുമില്ല. സാംസനെ വരെ എതിരിടാൻ നോക്കുമ്പോൾ സാംസന് ശക്തിയില്ല. ഫിലിസ്ത്യർ അദ്ദേഹത്തെ പിടിച്ചു, കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, ചങ്ങലക്കിട്ടു. ന്യായാധിപന്മാർ 16:20 പറയുന്ന ഇതാണ്, കർത്താവ് സാംസൺ പാപം ചെയ്തപ്പോൾ സാംസനെ വിട്ടുപോയി. സാംസൺ അത് അറിഞ്ഞില്ല. ശക്തിയുണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ ശക്തി വിട്ടുപോയത് അറിഞ്ഞില്ല. ഇപ്പം നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ശക്തിയും വിട്ടുപോവുകയാണ്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 18-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ ഇതുപോലെ ദൈവത്തിൻ്റെ ശക്തി സാവൂളിനെ വിട്ടുപോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകം അഭിഷേകം കിട്ടിയ വ്യക്തിയായിരുന്നു സാവൂൾ. അദ്ദേഹം പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തെ വിട്ടുപോയ ആത്മാവ് ദാവീദിനെയാണ് അഭിഷേകം ചെയ്തത്. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ വിട്ടുപോയ ആത്മാവ് ദാവീദിനെ അഭിഷേകം ചെയ്തെന്നും ദാവീദ് ശക്തനായെന്ന് പറഞ്ഞപ്പോൾ സാവൂള് ഭയപ്പെടുകയാണ്. 1 സാമുവേൽ 18:11 പറയുന്നു, കർത്താവ് തന്നെ വിട്ട് ദാവീദിനോട് കൂടിയാണ് എന്നറിഞ്ഞപ്പോൾ സാവൂൾ ദാവീദിനെ ഭയപ്പെട്ടു. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് മോശയുടെ സഹോദരി മിറിയാമിനെയും അഹറോനെയും അവർ മോശയെ കുറ്റം പറഞ്ഞപ്പോൾ വിട്ടുപോയി. അപ്പോൾ മോശയെ വിമർശിച്ചവരുടെ കൂട്ടത്തിൽ മോശയുടെ സഹോദരി മിറിയാവും അഹറോനും ഉണ്ടായിരുന്നു. അവർ മോശയെ വിമർശിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ വിട്ടുപോയി എന്ന് നമ്മൾ വായിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം മോശമാവുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിട്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ ക്ഷയിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓർമ്മ വയ്ക്കേണ്ടത് ഈ പാപത്തിൻ്റെ പ്രത്യാഘാതമായി ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം മോശമാവും എന്നുള്ളൊരു കാര്യമാണ്. 3-ാമത്തെ ഒരു പ്രത്യാഘാതം, പാപം മൂലം ആന്തരികമായ മുറിവുകളുണ്ടാകും എന്നുള്ളതാണ്. ആന്തരിക മുറിവുകൾ 2 തരമുണ്ട്. ഒന്ന്, നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മനസ്സിനെ മുറിപ്പെടുത്തും. സങ്കടവും നിരാശയും ഭയവും അപകർഷബോധവും ഒക്കെ അങ്ങനെ സംഭവിക്കുന്ന ഇത്തരം മുറിവുകൾ കാലം മുന്നോട്ട് പോകുമ്പോൾ മാഞ്ഞു പോകും. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സുഖപ്പെടുത്തും. കൗൺസിലിങ്ങിലൂടെയൊക്കെ മാറിപ്പോകും. 2-ാമത്തെ മുറിവെന്ന് പറയുന്നത് പാപത്തിൻ്റെ മുറിവാണ്. തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് മനസ്സിനൊരു മുറിവുണ്ടാക്കും. ഇതാണ് പാപത്തിൻ്റെ മുറിവ്. ഈ പാപത്തിൻ്റെ മുറിവ് കാലം മായ്ക്കുകയില്ല. പാപത്തിൻ്റെ മുറിവ് കൗൺസിലിങ്ങിലൂടെ മാറത്തില്ല. പാപത്തിൻ്റെ മുറിവ് പ്രാർത്ഥനയിലൂടെ സുഖപ്പെടില്ല. പാപത്തിൻ്റെ മുറിവ് സുഖപ്പെടണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഒന്ന്, ദൈവം ആ പാപം ക്ഷമിക്കണം. 2, ദൈവം ആ പാപം ക്ഷമിച്ചുവെന്ന് നമുക്ക് ബോധ്യം കിട്ടണം. അതായത് ദൈവം പാപം ക്ഷമിക്കുകയും ദൈവം പാപം ക്ഷമിച്ചുവെന്ന് ബോധ്യം കിട്ടുകയും ചെയ്യുമ്പോൾ മാത്രമേ പാപത്തിൻ്റെ മുറിവ് ഉണങ്ങുകയുള്ളൂ. സങ്കീർത്തനം 38 4 മുതൽ 6 വരെ വചനങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ അകൃത്യങ്ങൾ
എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു. അവ എനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു. എൻ്റെ ഭോഷത്വം മൂലം എൻ്റെ മുറിവുകൾ അഴുകി നാറുന്നു. ഞാൻ കുനിഞ്ഞ് നിലം പരിശായി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ച് കഴിയുന്നു. അപ്പം നമ്മൾ പാപം ചെയ്യുകയും ചെയ്തത് പാപമാണെന്ന് തിരിച്ചറിയുകയും അനുദപിച്ച് പാപമോചനം നേടാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പാപത്തിൻ്റെ ഭാരം തങ്ങി നിൽക്കും. വലിയ കുറ്റബോധം, വലിയ നിരാശ, വലിയ ഭയം, വലിയ അപകർഷതാബോധം, ദൈവത്തെ അഭിമുഖീകരിക്കാൻ ഭയം, ദൈവം പ്രാർത്ഥന കേൾക്കില്ല എന്ന ഭയം, ഈ അവസ്ഥയിൽ മരിച്ചാൽ ദൈവം ശിക്ഷിക്കുമെന്ന ഭയം, ഇങ്ങനെയുള്ള 100,000 പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. എന്നാൽ അതേസമയം അങ്ങനെയുള്ള വ്യക്തികൾ അനുദപിച്ച് കുമ്പസാരിച്ച് കഴിയുമ്പോൾ ആ പാപത്തിൻ്റെ മുറിവ് ഉണങ്ങുകയാണ്. ഒരു നല്ല കുമ്പസാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന വലിയ 2 അനുഗ്രഹങ്ങളാണ്. ഒന്ന് പാപമോചനം, 2 പാപത്തിൻ്റെ മുറിവുകൾക്ക് സൗഖ്യം. അതുകൊണ്ടാണ് നമ്മൾ കുമ്പസാരിക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് വർദ്ധിച്ച മനസമാധാനത്തോടുകൂടി കുമ്പസാരം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്നത്. കാരണം ദൈവം അവിടെ ക്ഷമിക്കുന്നു, ദൈവം ക്ഷമിച്ചു നമുക്ക് ബോധ്യം കിട്ടുന്നു. എന്നാൽ ചില മനുഷ്യരുണ്ട്, ദൈവം അവരോട് ക്ഷമിച്ചിട്ടും ദൈവം അവരോട് ക്ഷമിച്ചില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ മനസ്സിൻ്റെ മുറിവ് സൗഖ്യപ്പെട്ടില്ല. ദൈവം ക്ഷമിച്ചാൽ പോലും അത് ക്ഷമിക്കപ്പെട്ടില്ല. അപ്പം അങ്ങനെയുള്ളവർ ദൈവം ക്ഷമിച്ചു എന്ന് വിശ്വസിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പാപത്തിൻ്റെ മുറിവ് അവരിൽ സുഖപ്പെടുന്നത്. ഞാനിതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത് വരുന്ന എപ്പിസോഡുകളിൽ പറയും. നമുക്കിപ്പോൾ ഒന്ന് പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. ദൈവം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ പരിശോധിച്ചാൽ നമ്മളിൽ ആരോപിക്കാൻ കുറ്റം കാണും. നമ്മൾ തന്നെ നമ്മൾ തിരിച്ചറിയുന്ന കുറ്റങ്ങൾ കാണും. നമ്മൾ അനുദപിച്ച് ഏറ്റുപറയാത്ത കുറ്റങ്ങൾ കാണും. ഒരുപക്ഷെ അത് നമ്മുടെ മനസാക്ഷിയിലൊരു ഭാരമായി കിടപ്പുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ അനുദപിക്കാം. കിട്ടുന്ന അവസരത്തിൽ ദൈവസന്നിധിയിൽ ആ തെറ്റുകൾ ഏറ്റുപറയാം. അത്തരം തെറ്റുകൾ ഇനി ചെയ്യാതിരിക്കാനുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം. അത് പ്രാവർത്തികമാക്കാനുള്ള വലിയ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശക്തി നമ്മളോട് കൂടി ഉണ്ടായിരുന്ന് നമ്മളെ സഹായിക്കട്ടെ, നമുക്ക് ശക്തിയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.